Good morning, my dears. Then next topic, overhead. What is meant by overhead? Overhead refers to all costs which are indirect in nature. All indirect cost is also called as overhead. അപ്പോൾ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാവാം, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇറ്റ് ഈസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഓവർഹെഡ്. അപ്പോൾ നിങ്ങളവിടെ ഓവർഹെഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഓവർഹെഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരണം. ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ലാത്ത കോസ്റ്റുകളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഓവർഹെഡ് കൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ ജോബ്. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ കോസ്റ്റ് വിച്ച് ആർ ഓഫ് ഇൻ ഇൻഡയറക്റ്റ് നേച്ചർ. Any cost which cannot be directly identified with any product or job forms a part of overhead. That is, overhead refers to all cost other than prime cost. സാധാരണ രീതിയിൽ ഒരു കോസ്റ്റ് ഷീറ്റിൽ ടോട്ടൽ കോസ്റ്റിൽ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോസ്റ്റാണ് ഇത് ഓവർഹെഡ് എന്ന് പറയുന്നത്. അതായത് പ്രൈം കോസ്റ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ കോസ്റ്റുകളെയും നമ്മൾ എന്താ പറയുന്നത്, അതായത് ഓഫീസ് ഓവർഹെഡ്, ഫാക്ടറി ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം എന്തെന്നുള്ള പേരിലാണ് അറിയപ്പെടുക? ഓവർഹെഡ് എന്നുള്ള ഹെഡിലാണ് അറിയപ്പെടുക. Overhead is that the total of indirect material, indirect labor and indirect expenses. Overhead is also known as on cost or burden. Overhead is defined as the aggregate of indirect material cost, indirect wages and indirect expenses is called as overhead. അതിനെയാണ് നമ്മൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഓവർഹെഡ് എന്നുള്ളതാണ്. ഓവർഹെഡിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഓവർഹെഡ് ആർ ഇൻഡയറക്റ്റ് കോസ്റ്റ്. എല്ലാ ഓവർഹെഡുകളും തന്നെ എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഈ ഓവർഹെഡ് എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രത്യേകത എന്താണ്? ദെൻ ഓവർഹെഡ് ആർ ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഓവർഹെഡ് എല്ലാം തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. ദേ കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എനി പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിൽ നിന്നോ ഒരു കോസ്റ്റ് യൂണിറ്റിൽ നിന്നോ നമുക്ക് പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. They are apportioned and charged to different cost centers and cost units. ഇതെല്ലാം തന്നെ they are apportioned and charged to different cost centers and cost units. They are the total of indirect material, indirect wages and indirect expenses. അതായത് ഇതിനെല്ലാം തന്നെ ദേ ആർ ദി ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആവാം, ഇൻഡയറക്റ്റ് വേജസ് ആവാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആവാം. ദേ ആർ ഓഫൺ ചാർജ് ടു കോസ്റ്റ് യൂണിറ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് ബേസിസ്. ദേ ആർ ഓഫൺ ചാർജ്ഡ് ടു കോസ്റ്റ് യൂണിറ്റ് ഓർ ആൻ എസ്റ്റിമേറ്റഡ് ബേസിസ്. ദീസ് ആർ ദി. അപ്പോൾ ഓവർഹെഡിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഓവർഹെഡ് ആർ ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഓവർഹെഡുകളെല്ലാം തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. ദേ കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എനി പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ദേ ആർ അപ്പോർഷൻഡ് ആൻഡ് ചാർജ്ഡ് ടു ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ് ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. Then they are the total of indirect material, indirect labor and indirect expenses. They are often charged to cost unit on an estimated basis. The next heading is overhead accounting. എന്താണ് overhead accounting എന്ന് നോക്കാം. Overhead accounting is a system followed for linking overhead expenses to the cost of the finished product or finished output. അതായത് ഒരു ഓവർഹെഡ്, അപ്പോൾ ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളെയും നമ്മൾ എന്തെന്നാ പറയുന്നത്? ഓവർഹെഡ് എക്സ്പെൻസസ് എന്നാണ് പറയുക. അപ്പോൾ ഓവർഹെഡ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഓവർഹെഡ് അക്കൗണ്ടിങ് ഈസ് ദ സിസ്റ്റം ഫോളോഡ് ഫോർ ലിങ്കിങ് ഓവർഹെഡ് എക്സ്പെൻസസ് ടു ദ കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അതായത് എങ്ങനെയാണ് നമ്മളിതിന് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് ഈ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. അതായത് ലിങ്കിങ് ഓവർഹെഡ് എക്സ്പെൻസസ് ടു ദ കോസ്റ്റ് ഓഫ് ദി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ്. ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൽ സാധാരണ രീതിയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്, കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്, അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്, റീഅപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യണേ?
ക്ലാസിഫിക്കേഷൻ ആദ്യം ചെയ്യുന്നത് what are the steps involved in overhead accounting. ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ചില സിസ്റ്റമാറ്റിക് പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡുകൾ ഏതൊക്കെ തരത്തിലാണെന്ന് ക്ലാസിഫൈ ചെയ്യണം. ദെൻ കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്, ഓരോ ഓവർഹെഡുകളെയും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കോഡ് നമ്പേഴ്സ് അലോട്ട് ചെയ്യണം. അതേസമയം തന്നെ ഓവർഹെഡുകളെല്ലാം തന്നെ നമ്മൾ കളക്ട് ചെയ്യുകയും വേണം. അവിടെ കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്. The next one is allocation and apportionment of overhead. Allocation and apportionment of overhead. The next one is reapportionment of overhead and absorption of overhead. Then അതിലെ ഫസ്റ്റ് പോയിന്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്നുള്ളതാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡിലെ ഓവർഹെഡിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓവർഹെഡ് അക്കൗണ്ടിങ്, ഗ്രൂപ്പിംഗ് ഓവർഹെഡ് അക്കോർഡിംഗ് ടു ദെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ചില ഓവർഹെഡുകളുണ്ട് എന്നൊക്കെ വിചാരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ നമുക്കവിടെ ഫസ്റ്റ് പ്രോസസ്സ്, ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡാണ്. ഉണ്ടോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഈ ഓവർഹെഡിനെ നമുക്ക് എങ്ങനെയാണ് തരംതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷന് എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുക. എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ ഈസ് ദറ്റ് ഈസ് ഫങ്ഷണൽ വൈസ് ക്ലാസിഫിക്കേഷൻ. Functional wise classification. There is element wise classification, functional wise classification and functional wise classification, and third one is behavior wise classification. അപ്പോൾ ദെൻ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ ഈസ് ഫങ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ, ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ. ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ദെൻ അതൊരു കോസ്റ്റാണ്. ഓവർഹെഡ് എന്ന് പറയുമ്പോൾ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയും ഒരുമിച്ച് പറയുന്ന ഒരൊറ്റ ടേമാണ് ഇത് ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓവർഹെഡുകളെ നമുക്ക് ആദ്യം എലമെൻറ്റ് വൈസ് ക്ലാസിഫൈ ചെയ്യാം. അതായത് നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടോ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഇതൊക്കെ എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷനിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും എക്സ്പെൻസസും ഇതെന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് കോൾഡ് ആസ് ഓവർഹെഡ്. അതിനെയാണ് ഓവർഹെഡ് എന്ന് പറയുക. അപ്പോൾ ശരിക്കും നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം മുൻപത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ദെൻ അവിടെ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇങ്ങനെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈം കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റുകളെല്ലാം തന്നെ എന്താണ്? ഡയറക്റ്റ് കോസ്റ്റാണ്. അപ്പോൾ ദെൻ ഇവിടെ കോസ്റ്റ് ഷീറ്റിലെ ദെൻ അതർ ദെൻ പ്രൈം കോസ്റ്റ്, ദാറ്റ് കോസ്റ്റ് ഈസ് കോൾഡ് ആസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അതായത് പ്രൈം കോസ്റ്റ് അല്ലാതെ ബാക്കി വരുന്ന എല്ലാ കോസ്റ്റുകളെയും നമുക്ക് എന്തെന്ന് പറയാം? ഇൻഡയറക്റ്റ് ഓവർഹെഡ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ കോസ്റ്റ് ഷീറ്റിന് ഒരു ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ തന്നപ്പോൾ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ദെൻ പ്രൈം കോസ്റ്റ്, ദെൻ ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറി കോസ്റ്റ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലേ. ദെൻ അവിടെ നമ്മൾ ഇതേ രീതിയിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ പ്രൈം കോസ്റ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയും നമ്മൾ എന്താ പറയുക? ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഓവർഹെഡ്. അതിനെയാണ് ഓവർഹെഡ് എന്ന് പറയുക. അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ഓവർഹെഡ് മനസ്സിലാക്കാനായിട്ട് എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് എടുക്കാം. അതല്ല ഫങ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക? പ്രൊഡക്ഷൻ ഓവർഹെഡ്. കണ്ടോ? പ്രൊഡക്ഷൻ overhead, then factory overhead, production overhead and administrative overhead, production overhead, administrative overhead, selling overhead,
selling overhead and distribution overhead. Distribution overhead. അപ്പോൾ ഏതാണ് ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ എന്താ വരിക? പ്രൊഡക്ഷൻ ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളെ, അത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആവാം, ഇൻഡയറക്റ്റ് ലേബർ ആവാം, മറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളാവാം. ഇതെല്ലാം ഏതാണ്? പ്രൊഡക്ഷൻ ഓവർഹെഡിൽ വരും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, ദെൻ സെല്ലിംഗ് ഓവർഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ദീസ് ആർ ഓൾസോ കോൾഡ് ആസ് ഓവർഹെഡ്. ഇതിനെല്ലാം ഓവർഹെഡ് എന്ന് തന്നെയാണ് പറയുക. പക്ഷേ ഇത് ഓവർഹെഡിൻ്റെ ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷനാണ്. The next one is behavioral classification. Behavior wise classification, then first one is behavior wise ആകുമ്പോൾ fixed overhead, fixed cost. Behavior classificationൽ കോസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. then ഇവിടെ fixed overhead, variable overhead, semi variable overhead. സെമി വേരിയബിൾ ഓവർഹെഡ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് നമ്മൾ മനസ്സിലായി. ക്ലാസിഫിക്കേഷൻ ഓവർഹെഡ്, എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ, പ്രൊഡക്ഷൻ ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ദെൻ ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ, ഫിക്സഡ് ഓവർഹെഡ്, വേരിയബിൾ ഓവർഹെഡ് ആൻഡ് സെമി വേരിയബിൾ ഓവർഹെഡ്. ഇനി അത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് പറയേണ്ടത്. ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. Indirect material refers to material which cannot be identified with any particular product or job. ഒരു പർട്ടിക്കുലർ ജോബിൽ നിന്നോ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോഡക്റ്റിൽ നിന്നോ വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കാത്ത മെറ്റീരിയൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു മരം ഉപയോഗിച്ചൊരു ഡെസ്കോ അല്ലെങ്കിൽ ടേബിളോ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാമെന്നുണ്ട് വെച്ചാലും അതിൽ ആ ടിമ്പർ എന്ന് പറയുന്ന പോർഷൻ വളരെ പെട്ടെന്ന് നമുക്ക് എന്താണ് മെറ്റീരിയൽ എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അതിനുപയോഗിച്ചിരിക്കുന്ന മറ്റ് അതിൻ്റെ നെയിൽ, മറ്റ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഗമ്മ്, ഇതൊക്കെ നമ്മളതുമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അതൊന്നും നമുക്കവിടെ ഒരൊറ്റ സീനിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി വരുന്ന, അതായത് ഇങ്ങനെ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റുകൾക്ക് നമ്മൾ കൊടുക്കേണ്ട എക്സ്പെൻസസ്, അതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയാം. ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ കോട്ടൺ വേസ്റ്റ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, റിപ്പയർ ഓഫ് മെറ്റീരിയൽസ് എക്സെട്ര, ഇതൊക്കെ നമുക്ക് ഏതിന് എക്സാമ്പിളാണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ റെഫേഴ്സ് ടു വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എനി പർട്ടിക്കുലർ ജോബ് ഓർ എനി പർട്ടിക്കുലർ product. Such materials are incurred in general and their cost is apportioned to several product or job. That is consumable stores, cotton waste, lubricating oil, repair materials etc. are examples of indirect material. Then second one is indirect labor. Indirect labor refers to the labor which cannot be identified with and charged to any particular job or particular product. The cost of indirect labor is charged to several products. അതായത് ഇപ്പം നമ്മളൊരു ടൈലറിനെ സംബന്ധിച്ചിടത്തോളം തുണി തയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതാരാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് ഡയറക്റ്റ് ലേബറാണ് കേട്ടോ. അതേപോലെ നമുക്ക് ചില വർക്കുകൾക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതാരാ ചെയ്തത്? ഡയറക്റ്റ് ലേബേഴ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് കൂടാതെ തന്നെ അതിനെ സഹായിക്കുന്ന സ്റ്റോർ കീപ്പേഴ്സ് ഉണ്ടായിരിക്കാം, ഓഫീസ് അസിസ്റ്റൻസ് ഉണ്ടായിരിക്കാം, വാച്ച്മാൻ ഉണ്ടായിരിക്കാം, ഇല്ലേ? അങ്ങനെ ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഫംഗ്ഷനിങ് വളരെ നന്നായിട്ട് നടക്കുകയുള്ളൂ. അവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് ലേബേഴ്സിൻ്റെ ഹെൽപ്പ് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ലേബർ refers to the labor which cannot be identified with and charged to any particular product or job. The cost of indirect labor is charged to several products or jobs which are benefited by it. Salary of supervisor, storekeeper, timekeeper, cleaning staff etc. are examples of indirect labor. അപ്പോൾ indirect labor എന്താണെന്ന് മനസ്സിലായി. The next one is indirect expenses. That is, indirect expenses refers to all expenses which cannot be identified with any particular product or job. Rent, lighting, insurance, telephone charges etc. are examples of indirect expenses.
അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് റെഫേഴ്സ് ടു ഓൾ എക്സ്പെൻസസ് വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എനി പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റുമായിട്ട് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതിനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. റെൻറ്റ്, ലൈറ്റിംഗ്, പിന്നെ ഇതുപോലെ തന്നെ ഇൻഷുറൻസ്, ടെലിഫോൺ ചാർജസ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇതാണ് അതിൻ്റെ എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ. എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷനിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ലേബർ ആയിരിക്കാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിരിക്കാം. Then second one is function wise classification. Function wise classification le under this method overhead is classified according to the functions of which it has been incurred. Overhead is classified into 4 categories: production overhead, administrative overhead, selling overhead and distribution overhead. ഇതാണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ദെൻ ഓവർ ഹെഡിനെ നമുക്ക് ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, ഫംഗ്ഷൻ വൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതാണ് കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, അതൊക്കെ പ്രൈം കോസ്റ്റ് ആണ്. അതിനുശേഷം പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, ഇതെല്ലാം കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. Then production overhead എന്ന് പറയുമ്പോൾ it refers to all indirect costs incurred in connection with manufacturing operation. It refers to all indirect costs incurred in connection with manufacturing operations. It includes all indirect material, indirect labor and indirect expenses incurred in the factory. Factory rent, repairs and maintenance of factory building and plant and machinery, depreciation on factory building etc. are examples of factory overhead. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താ, ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മളിത് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡിൽ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ദെൻ ഫാക്ടറി ബിൽഡിംഗ്, അതുമായി ബന്ധപ്പെട്ട് മെയിൻ്റനൻസ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, പിന്നെ ഡിപ്രീസിയേഷൻ ഓഫ് ഫാക്ടറി. Then next one is then drawing office expenses, power etc. ഇതൊക്കെ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളാണ്. ദെൻ അത് ക്ലിയർ ആയി. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാലോ, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് റെഫേഴ്സ് ടു all indirect costs incurred in connection with the general administrative of the concern. It includes all costs incurred for the formulation and implementation of the policy of the concern. കണ്ടോ, ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റുള്ള എക്സ്പെൻസസിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഓഫീസ് സാലറി, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, ലീഗൽ എക്സ്പെൻസസ്, ഓഫീസ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, റെൻറ്റ് ഓഫ് ഓഫീസ് ബിൽഡിംഗ്, ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ് ഓഫ് ദ ഓഫീസ് ബിൽഡിംഗ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെല്ലിംഗ് ഓവർ ഹെഡ്. സെല്ലിംഗ് ഓവർ ഹെഡിൽ നമ്മൾ പഠിക്കുന്നത് എന്താ? സെല്ലിംഗ് ഓവർ ഹെഡ് ഇറ്റ് റെഫേഴ്സ് ടു all expenses incurred for attracting customers towards a product of the concern. It is incurred for creating and retaining demand for the product. Salaries of sales manager and staff, traveling expenses, advertisement and publicity, cost of samples and free gift, bad debt etc. are the examples of selling expenses. The next one is distribution overhead. It refers to all expenses incurred for delivering goods into the hands of the consumers. Packing expenses, warehousing expenses, transport charges, expenses of delivery van etc. are examples of distribution overhead. അപ്പോൾ ഏതൊക്കെ വരിക? പ്രൊഡക്ഷൻ ഓവർഹെഡ് ആവാം, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആവാം, സെല്ലിംഗ് ഓവർഹെഡ് ആവാം, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആയിരിക്കാം. The next one is behavior wise classification. Behavior wise classification le fixed overhead, variable overhead and semi variable overhead. നമ്മൾ behavior classification le cost on the basis of behavior പഠിച്ചിട്ടുണ്ട്. fixed cost, variable cost and semi variable cost. Fixed cost എന്ന് പറയുമ്പോൾ the cost unchanged with the change in volume of output. Fixed cost is a cost that is unchanged with the change in volume of output. Volume of outputനനുസരിച്ച് യാതൊരു ചേഞ്ചും വരാത്ത കോസ്റ്റ്, റെൻറ്റ് അല്ലേ, റെൻറ്റ് അതുപോലെ തന്നെ സാലറി, ഇവിടെയൊന്നും ചേഞ്ച് വരുന്നില്ല. അത്തരത്തിലുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുക. ഇവിടെ ഇറ്റ് റെഫേഴ്സ് ടു ഓവർഹെഡ് വിച്ച് റിമെയിൻസ് അൺചേഞ്ച്ഡ് വിത്ത് ചേഞ്ച് ഇൻ ദ വോള്യൂം ഓഫ് ഔട്ട്പുട്ട്. It remains fixed for all levels of production within the given range of activity. That is called as fixed overhead. And second one is variable overhead.
It refers to the overhead which varies directly with the change in the volume of output. It is changing along with the changes in the volume of production. Variable overhead per unit remains the same for all levels of output. Indirect material, indirect labor, fuel and power, lighting and heating, packing charges, etc. are examples of variable overhead. Then semi-variable overhead. Semi-variable overhead, it refers to overhead which is partly fixed and partly variable. അതിനെയാണ് നമ്മൾ എന്താ പറയുക, സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. സച്ച് എക്സ്പെൻസസ് വാരി വിത്ത് ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ബട്ട് നോട്ട് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. Then that is the telephone charges, repairs and maintenance, salaries of supervisors etc. are examples of semi-variable overhead. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ പറയാം? എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ, ഫങ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതെല്ലാം മനസ്സിലായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദെൻ പ്രോസസ് ഓഫ് ഓവർഹെഡ് അക്കൗണ്ടിങ് ആണ്. ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ് ആണ്. കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ് ആണ്. കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് അലോട്ടിംഗ് കോഡ് നമ്പേഴ്സ് ടു ദ വേരിയസ് അക്കൗണ്ട് ഹെഡിംഗ് ഈസ് കോൾഡ് ആസ് കോഡിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. The code number assigned to factory overhead are known as standing order numbers, and the code numbers assigned to the administration, selling and distribution overhead is known as cost account numbers. അതായത് what is meant by codification? The process of allotting code numbers to the various account heading. ഓരോ അക്കൗണ്ട് ഹെഡിങ്ങിനും ഓരോ കോഡ് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സാലറി പെയ്ഡ് ടു ദ ഡിഫറെൻറ്റ് പേഴ്സൺസ് ആർ കളക്റ്റഡ് അണ്ടർ സാലറി അക്കൗണ്ട്. പല വ്യക്തികൾക്കും സാലറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രമാത്രമാണ് എന്ന് പറയുന്ന അതിനെ ബേസ് ചെയ്തുള്ള അക്കൗണ്ടിനെയാണ് സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓൾ റെൻറ്റ് പെയ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് ആർ കോൾഡ് അണ്ടർ ദി റെൻറ്റ് അക്കൗണ്ട്. ഇനി നമ്മൾ ഇത്തരത്തിൽ കൊടുക്കുന്ന റെൻറ്റ് കൊടുക്കുന്നതിനെല്ലാം തമ്മിൽ റെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാലറി അക്കൗണ്ടിനും റെൻറ്റ് അക്കൗണ്ടിനും ഓരോ കോഡ് നമ്പേഴ്സ് അലോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ അങ്ങനെ അലോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോഡിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഈസ് കളക്ഷൻ ഓഫ് ഓവർഹെഡുകളാണ്. ദി പ്രോസസ് ഓഫ് കളക്ടിങ് ഓവർഹെഡ് എക്സ്പെൻസസ് അണ്ടർ സ്യൂട്ടബിൾ അക്കൗണ്ട് ഹെഡിങ്സ്, സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സ്, കോസ്റ്റ് അക്കൗണ്ട് ഈസ് നോൺ ആസ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഫാക്ടറി ഓവർഹെഡുകളെല്ലാം തന്നെ സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സ് എന്നുള്ള ഹെഡിലും, അതേപോലെ തന്നെ ഓഫീസ് അതായത് നെക്സ്റ്റ് വൺ പറയുന്നത് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം തന്നെ കോസ്റ്റ് അക്കൗണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്ന ഹെഡിലാണ് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അക്കൗണ്ട്സുകളെയും കളക്ട് ചെയ്യുന്നൊരു പ്രോസസ്സിനെയാണ് കളക്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓവർഹെഡ് ആർ കളക്റ്റഡ് ഫ്രം സെവറൽ സോഴ്സ് സച്ച് ആസ് പർച്ചേസ് ജേണൽ, ഇൻവോയ്സസ്, സ്റ്റോർ റിക്വസിഷൻ, വേജസ് അനലൈസ് ബുക്ക്, ക്യാഷ് ബുക്ക്, ജേണൽ പ്രോപ്പർ എക്സെട്ര. അണ്ടർ ദിസ് സ്റ്റെപ്പ് ഓൾ ഓവർഹെഡ് എക്സ്പെൻസസ് ആർ ബോട്ട് അണ്ടർ ദി സ്യൂട്ടബിൾ അക്കൗണ്ട് ഹെഡിങ്സ്. ഓരോ ഇതിൽ നിന്നെല്ലാം തന്നെ നോക്കിയിട്ട് നമ്മൾ ഓരോ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയും ആ ഓരോ അക്കൗണ്ടിന് ഒരു ഹെഡ് കൊടുക്കുകയും ആ ഓരോ ഹെഡിന് നമ്മൾ ഓരോ കോഡ് നമ്പേഴ്സ് അലോട്ട് ചെയ്യും. ഇത്തരത്തിൽ അലോട്ട് ചെയ്തിരിക്കുന്ന എല്ലാ അക്കൗണ്ട്സിനെയും കളക്ട് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇതാണ് ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് പ്രോസസ്സ്, സെക്കൻഡ് സ്റ്റെപ്സ്, ദറ്റ് ഈസ് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്. Then third one is allocation and apportionment of overhead. The process of distributing the overhead collected under suitable headings to the various departments of the concern is called as departmentalization of overhead. അതായത് the process of distributing overhead കളക്റ്റഡ് അണ്ടർ സ്യൂട്ടബിൾ ഹെഡിങ്സ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡിങ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള എല്ലാ അക്കൗണ്ട്സിനെയും നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തരംതിരിക്കുകയാണ് ചെയ്യുക. ദറ്റ് ഈസ് കോൾഡ് ആസ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. അതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്. ദെൻ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. Production departments are departments in which actual manufacturing operation take place. Finished output come out of the production department. Service departments are the departments which do not undertake any manufacturing operation but provide services to other departments.
That is also called as departmentalization. ഇനി അവിടെ രണ്ട് തരത്തിലുള്ള പ്രോസസ്സാണ് പറയുന്നത്, അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ്. ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ്. തേർഡ് പോയിൻ്റാണ് അത് വരിക. അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റിൽ എന്താണ് അലോക്കേഷൻ, അതുപോലെ തന്നെ എന്താണ് അപ്പോർഷൻമെൻറ്റ് നോക്കണം. അലോക്കേഷൻ റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ചാർജിങ് ദ വോൾ എമൗണ്ട് ഓഫ് എൻ ഓവർഹെഡ് ഐറ്റം ടു എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ. When an item of overhead is incurred in full in respect of department, it can be fully charged to that department. Allocation എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ എക്സ്പെൻസസ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ പൂർണ്ണമായിട്ടും അലോക്കേറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സ്. ദെൻ സാലറി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എക്സ്പെൻസസ് നമ്മൾ പറയാം, ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ്, വേജസ് ഓഫ് ഫോർമാൻ, ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പൂർണ്ണമായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് അലോക്കേഷൻ എന്ന് പറയുന്നത്. Allocation becomes possible only when the overhead item can be identified with a particular department. നമുക്ക് അലോക്കേഷൻ സാധ്യമാണ്. ഈ എക്സ്പെൻസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്, ഈ എക്സ്പെൻസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസ് ആണ് എന്ന് പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ അലോട്ട് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഒരു സ്ഥാപനത്തിലെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ 1, 2, 3 ഉണ്ടായിരിക്കാം. ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാൻറ്റീൻ അല്ലെങ്കിൽ ഓഫീസ് ഇതൊക്കെയുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ എക്സ്പെൻസ് ഈ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഈ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ബാധകമാവും. പക്ഷേ ചില എക്സ്പെൻസുകൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായിട്ട് ചാർജ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻസസ്. അപ്പോൾ അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി ഇവിടെ മാത്രം അല്ലേ, അപ്പോൾ ദെൻ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം എന്ന് പൂർണ്ണമായിട്ടും ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊടുക്കുമ്പോൾ നമ്മൾ അപ്പോർഷൻ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കില്ല. അപ്പോർഷൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വീതിച്ച് കൊടുക്കുക എന്നുള്ളത്. ഒരു 10,000 രൂപ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടുണ്ട്, 10,000 രൂപ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ദെൻ അത് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ ഏരിയ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കൺസംഷൻ കൂടുതലുള്ളത് അതിൻ്റെ പവർ നോക്കിയിട്ട് ഒക്കെയാണ് നമ്മളത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ ഒരു 10,000 രൂപയിൽ 6,000 rupees പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ, 2,000 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി, 2,000 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കും, തരം തിരിച്ചു കൊടുക്കും. ഈ തരം തിരിച്ചു കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, അപ്പോർഷൻമെൻറ്റ് ഓഫ് എക്സ്പെൻസസ് എന്ന് പറയാം. അപ്പോൾ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പൂർണ്ണമായിട്ടും ചാർജ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അലോക്കേഷൻ എന്ന് പറയുക. അല്ലാതെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്പോർഷൻമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ആൻ ഓവർഹെഡ് item to several departments on the suitable basis. When an item of overhead cannot be identified with any particular department, that is called then first one is what is meant by allocation of overhead. Adu nokka adhyam. Allocation refers to process of charging the whole amount of an overhead item to a particular department or cost center. ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനോ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിനോ പൂർണ്ണമായിട്ടും കോസ്റ്റുകളെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ദെൻ അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്, അപ്പോർഷൻമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ആൻ ഓവർഹെഡ് ഐറ്റം ടു സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു എക്സ്പെൻസസിനെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. വെൻ an item of overhead cannot be identified with any particular department, it is distributed to several departments. That is also called as apportionment. അപ്പോൾ അപ്പോർഷൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോർഷൻമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ആൻ ഓവർഹെഡ് ഐറ്റം ടു സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ എ സ്യൂട്ടബിൾ ബേസിസ്. റെൻറ്റ് ആൻഡ് റേറ്റ്സ്, മാനേജീരിയൽ സാലറി, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, insurance etc. are examples of expenses which are apportioned to various departments. Then next topics, what is the ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്, എന്താണ് അലോക്കേഷൻ എന്നും അതുപോലെ തന്നെ എന്താണ് അപ്പോർഷൻമെൻറ്റ് എന്നുള്ളതും ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ്. അവിടെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പോർഷൻമെൻറ്റ് ആൻഡ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ്. Then first one is 4 marks question. Okay, what is the difference between allocation of expenses, what is meant by allocation, what is meant by apportionment. Allocation refers to charging whole item of overhead to a particular department. ഒന്നുകൂടെ പറയാം, allocation refers to charging of whole item of overhead to a particular department. ഒരു particular departmentനെ പൂർണ്ണമായിട്ടും കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ടേമാണ് നമ്മൾ ഉപയോഗിക്കുക. അതിന് മാത്രമായിട്ട് ചാർജ് ചെയ്യുക എന്നുള്ളതിനെയാണ് അലോക്കേഷൻ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, അപ്പോർഷൻമെൻറ്റ് റെഫേഴ്സ് ടു
charging of portions of an item of overhead to different department. എന്നാൽ ചിലപ്പോൾ ചില എക്സ്പെൻസുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അലോട്ട് ചെയ്യാം. അവിടെ ഓൺ ദി അതർ ഹാൻഡ് apportionment refers to charging of portions of an item of overhead to different departments. That is called as apportionment. കണ്ടോ, പല ഡിപ്പാർട്ട്മെൻറ്റ്സിനും നമ്മൾ തരം തിരിച്ചു കൊടുക്കുന്നതിന് അപ്പോർഷൻമെൻ്റ് എന്നും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായിട്ട് മുഴുവനും ചാർജ് ചെയ്ത് കൊടുക്കുന്നതിന് അലോക്കേഷൻ എന്നും പറയുന്നു. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഡിഫറൻസ്. അലോക്കേഷൻസ് നീഡ്സ് നോ ബേസ്. അലോക്കേഷന് യാതൊരു ബേസിൻ്റെയും ആവശ്യമില്ല. ബട്ട് അപ്പോർഷൻമെൻറ്റ് നീഡ്സ് എ സ്യൂട്ടബിൾ ബേസ്. ആ സ്യൂട്ടബിൾ ബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, പവർ എന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഉപയോഗിക്കുന്നതിന് വാരി ചെയ്യും. അപ്പോൾ ഒന്നുകിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ എടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന അവിടുത്തെ പവർ പോയിൻറ്റ്സ് നോക്കാറുണ്ട്, അല്ലെങ്കിൽ വോൾട്ട് എന്ന് പറയുന്ന അതിന് സ്യൂട്ടബിളായിട്ടുള്ള അതിൻ്റെ HP ഓഫ് മെഷീൻ, വാല്യൂ ഓഫ് അങ്ങനെ പല ഇത് ബേസ് എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ പറയും സാലറി എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒന്നുകിൽ ആ രീതിയിൽ എടുക്കാം, അതുമല്ലെങ്കിൽ ജനറൽ എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ, വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഡിപ്രീസിയേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ മെഷീനറീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ദെൻ ആ അസറ്റ് വാല്യൂവിനനുസരിച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഈ ഒരു 10,000 രൂപ എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് 6,000, ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് 2,000, സി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് 2,000 എന്നൊക്കെ പറഞ്ഞിട്ട് തരം തിരിച്ച് കൊടുക്കുന്നതിനാണ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈ അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ അപ്പോർഷൻ ചെയ്യേണ്ടത് സ്യൂട്ടബിൾ ബേസിൻ്റെ കീഴിലാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടി വരും എന്തെന്ന്, അപ്പോർഷൻ ചെയ്യാനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസ് ഏതാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കും. അതായത് ഓരോ എക്സ്പെൻസിനും ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ് വാല്യൂവിൻ്റെ ബേസിൽ, അതേപോലെ തന്നെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് അസറ്റ് വാല്യൂ, അതേപോലെ തന്നെ സൂപ്പർവിഷൻ ചാർജ്, നമ്പർ ഓഫ് എംപ്ലോയീസ്, ഇങ്ങനെ നോക്കിയിട്ട് അവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ്, എത്ര എംപ്ലോയീസ് ഉണ്ടോ, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 10 പേരുണ്ടാവാം, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 6 പേരുണ്ടായിരിക്കാം, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 3 പേരുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ എത്രയുണ്ടോ നോക്കാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കോസ്റ്റിനെ, അതായത് സൂപ്പർവിഷൻ കോസ്റ്റ് 3 ഡിപ്പാർട്ട്മെൻറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഈ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അലോക്കേഷൻ നീഡ്സ് നോ ബേസ്, വെയർഎസ് അപ്പോർഷൻമെൻറ്റ് നീഡ്സ് എ suitable base. Then the item of overhead is not divided under allocation, where it is divided into part under apportionment. അതായത് ഇത് ഐറ്റം ഓഫ് ഓവർഹെഡ് ഈസ് നോട്ട് ഡിവൈഡഡ് അണ്ടർ അലോക്കേഷൻ. അലോക്കേഷൻ ബേസിലെ ഐറ്റം ഓഫ് ഓവർഹെഡ് ഈസ് നോട്ട് ഡിവൈഡഡ് അണ്ടർ അലോക്കേഷൻ, വെയർഎസ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ് അണ്ടർ അപ്പോർഷൻമെൻറ്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ഓവർഹെഡ് ഈസ് നോട്ട് ഡിവൈഡ് അണ്ടർ അലോക്കേഷൻ്റെ ബേസിലല്ല ഓവർഹെഡിനെ തിരഞ്ഞെടുക്കുന്നത്, വെയർഎസ് ഡിവൈഡ് ഇൻ ടു പാർട്സ് അണ്ടർ അപ്പോർഷൻമെൻറ്റ്. Then under allocation the overhead can be identified with a particular department. അതായത് അലോക്കേഷനിലെ ആ കോസ്റ്റ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് പൂർണ്ണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവിടെ അണ്ടർ അലോക്കേഷൻ ദ ഓവർഹെഡ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്. അണ്ടർ അപ്പോർഷൻമെൻറ്റ് ഇറ്റ് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് അപ്പോർഷൻമെൻറ്റിൽ സാധിക്കില്ല. പക്ഷേ അലോക്കേഷനിൽ പൂർണ്ണമായിട്ടും ഇതൊരു ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ദെൻ allocation is the direct process, apportionment is the indirect process. Allocation is the first process, apportionment is the apportionment resorted to when allocation is not possible. Allocation സാധ്യമാവാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ then അവിടെ പറയാം, അലോക്കേഷൻ റെഫേഴ്സ് ടു ചാർജിങ് ഓൾ ഐറ്റം ഓഫ് ഓവർഹെഡ് ടു എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്. Then apportionment refers to charging of portions of an item of overhead to different department. Allocation needs no base, whereas apportionment needs suitable base. The item of overhead is not divided under allocation, where it is divided into part under apportionment. Under allocation the overhead can be identified with a particular department. Under apportionment it cannot be identified with a particular department. Allocation is a direct process, whereas apportionment is an indirect process. Then allocation is the first process, apportionment is resorted to when allocation is not possible. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്, ഇത്തരത്തിൽ ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത് നോക്കാം. ഏതൊക്കെ കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് മെൻ ബൈ ഓവർഹെഡ്. ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് കോൾഡ് ആസ് ഓൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഓൾ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഓൾസോ കോൾഡ് ആസ് overhead.
ദെൻ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിൽ ഓവർഹെഡ് അക്കൗണ്ടിങ്, ദ അക്കൗണ്ടിങ് പ്രോസസ് ഡൺ ഇൻ overhead areas is called as overhead accounting. Then what are the steps involved in? That is, first one is classification of overhead, codification of overhead, allocation and apportionment of overhead, reapportionment of overhead, absorption of overhead. Then classification of overhead, that is the element wise classification, function wise classification and behavior wise classification. Then next നമ്മൾ പഠിച്ചത് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ് ആണ്. നമ്മൾ എന്താണ് കോഡിഫിക്കേഷൻ എന്നും എന്താണ് ക്ലാസിഫിക്കേഷൻ എന്നും വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് വാട്ട് ഈസ് മെൻ ബൈ അലോക്കേഷൻ. അലോക്കേഷൻ റിഫേഴ്സ് ടു പ്രോസസ് ഓഫ് ചാർജിങ് വോൾ എമൗണ്ട് ഓഫ് എൻ ഓവർഹെഡ് ഇൻ ടു എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ. ദെൻ അപ്പോർഷൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോർഷൻമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ആൻ ഓവർഹെഡ് ഐറ്റം ടു സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ സ്യൂട്ടബിൾ ബേസിസ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. ദെൻ ഇനി നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് എന്നുള്ളതാണ്. അത് വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്കൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഡിസ്ട്രിബ്യൂഷൻ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. താങ്ക് യു ആൾ.